എല്ലാ ആൾക്കാർക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രധാനപ്പെട്ട കുറച്ച് യുദ്ധങ്ങളെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അതിലൊന്നാമത്തെ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഏത് യുദ്ധമാണ്? കർണാട്ടിക് യുദ്ധം. എന്താണ് ഈ കർണാട്ടിക് യുദ്ധം എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ആരംഭിക്കാം. അപ്പോൾ കർണാട്ടിക് യുദ്ധം യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അതാരൊക്കെ തമ്മിലായിരുന്നു എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ കർണാട്ടിക് യുദ്ധം എന്താണെന്ന് ആദ്യം പഠിക്കുക, ആദ്യം മനസ്സിലാക്കുക. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. നമ്മളെ പ്രധാനപ്പെട്ട 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 54 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 1763 വരെ. അപ്പം ശ്രദ്ധിച്ചേക്കുക, നമ്മൾ പ്രധാനപ്പെട്ട ഒരു യുദ്ധങ്ങളെ പറ്റി വേണം പഠിക്കുന്നത് കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധം എന്താണ്? യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് ഏത് യുദ്ധം? കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 49 വരെയാണ്. 1746 മുതൽ 48 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധം 1759 മുതൽ 1763 വരെ. അപ്പോൾ കർണാട്ടിക് യുദ്ധം എന്താണെന്ന് പഠിച്ചു. അത് പ്രധാനപ്പെട്ട 3 കർണാട്ടിക് യുദ്ധങ്ങളാണ്. ഇനി ഇതിലെ ഓരോ യുദ്ധങ്ങളെയും അവിടുത്തെ ഉടമ്പടികളെയും പറ്റി നമുക്ക് പഠിക്കാം. നമ്മുടെ ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ശ്രമിച്ചതാണ്. ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് പ്രധാനപ്പെട്ട ഒന്നാം കർണാട്ടിക് യുദ്ധം. ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആദ്യം വിജയിച്ചത്, അല്ലെങ്കിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം ഫ്രഞ്ചുകാർക്ക് അനുകൂലമായിരുന്നു. ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. ഫ്രാൻസിസ് ഡേ. ഈ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്പല സന്ധി. സന്ധി നടന്നത് 1748ലാണ്. 1748ലാണ് ആക്സല ചാപ്പലെ സന്ധി. ഈ ആക്സല ചാപ്പൽ സന്ധി പ്രകാരം ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് വിട്ടു നൽകി. പകരമായിട്ട് ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർക്ക് തെക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ശ്രദ്ധിക്കണം. ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മുടെ ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ശ്രമിച്ചതാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രമിച്ചതാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. ബ്രിട്ടീഷുകാരല്ല, ഫ്രഞ്ചുകാരാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർക്കായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. നമ്മുടെ മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. ഫ്രാൻസിസ് ഡേ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലേ ആണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്പലെ സന്ധി 1748. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാ? ആക്സല ചാപ്പല സന്ധി. വർഷമേതാ? 1748. ആക്സല ചാപ്പല സന്ധി പ്രകാരം ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് വിട്ടു നൽകി. ശ്രദ്ധിക്കണം,
ഒന്നാം കർണാടിക് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒന്നാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല-ചാപ്പല സന്ധി. ഈ ആക്സല-ചാപ്പല സന്ധി പ്രകാരം ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് വിട്ടുകൊടുത്തു. ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് വിട്ടുകൊടുത്തു. പകരമായിട്ട് ബ്രിട്ടീഷുകാർ തെക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗാണ് ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്തത്. ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് വിട്ടു നൽകി. ബ്രിട്ടീഷുകാർ തെക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ് ആർക്ക് വിട്ടു നൽകി? നമ്മുടെ ഫ്രഞ്ചുകാർക്ക് വിട്ടു നൽകി. അടുത്തത് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം കർണാടിക് യുദ്ധമാണ്. രണ്ടാം കർണാടിക് യുദ്ധം നമ്മൾ വർഷം ഓർക്കുക. രണ്ടാം കർണാടിക് യുദ്ധം നടന്ന വർഷം 1749 മുതൽ 1754 വരെ. ഒന്നുകൂടെ, രണ്ടാം കർണാടിക് യുദ്ധം 1749 മുതൽ 1754 വരെ. രണ്ടാം കർണാടിക് യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഹൈദരാബാദ്, കർണാടക എന്നീ സ്ഥലങ്ങളിലുണ്ടായ പിന്തുടർച്ചാവകാശമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് കർണാടിക് യുദ്ധം ഉണ്ടാകുന്നത്. അപ്പം ഹൈദരാബാദ്, കർണാടക എന്നീ പ്രവിശ്യകളിൽ ഉണ്ടായ പിന്തുടർച്ചാവകാശത്തെ ചൊല്ലിയാണ് നമ്മുടെ രണ്ടാം കർണാടിക് യുദ്ധം ഉണ്ടാകുന്നത്. ഹൈദരാബാദ്, കർണാടക എന്നിവിടങ്ങളിലുണ്ടായ പിന്തുടർച്ചാവകാശം ആരെ തമ്മിൽ? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ഒന്നാം കർണാടിക് യുദ്ധം മാത്രമേ ഫ്രഞ്ചുകാർക്ക് കിട്ടിയിട്ടുള്ളൂ. 2, 3 എല്ലാം കിട്ടിയത് ആർക്ക് തന്നെയാണ്? ബ്രിട്ടീഷുകാർക്ക്. അപ്പം രണ്ടാം കർണാടിക് യുദ്ധത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാരെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ശ്രദ്ധിച്ചേക്കണം, രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് നമ്മുടെ കർണാടകയിലുള്ള ആർക്കോട്. ഏതാണ്? ആർക്കോട്. കർണാടകയിലാണ് ആർക്കോട്. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് കർണാടകയിലെ ആർക്കോട്. ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1754 പോണ്ടിച്ചേരി സന്ധി. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1754 പോണ്ടിച്ചേരി സന്ധി. അപ്പം രണ്ടാം കർണാടിക് യുദ്ധം 1749 1754. രണ്ടാം കർണാടിക് യുദ്ധം ഉണ്ടാവാൻ പ്രധാന കാരണം ഹൈദരാബാദ്, കർണാടക എന്നീ പ്രദേശങ്ങളിലുണ്ടായ പിന്തുടർച്ചാവകാശം. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിയ ആദ്യ പ്രദേശമാണ് കർണാടകയിലെ ആർക്കോട്. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സന്ധിയാണ് 1754 പോണ്ടിച്ചേരി സന്ധി. ഈ സന്ധി പ്രകാരം ഇന്ത്യയിലെ ഈ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരോ ഫ്രഞ്ചുകാരോ ഇടപെടില്ല എന്ന ധാരണയായി. അപ്പോൾ നമ്മുടെ രണ്ടാം കർണാടിക് യുദ്ധത്തിലെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പോണ്ടിച്ചേരി സന്ധി പ്രകാരം ശ്രദ്ധിച്ചേക്കണം, പോണ്ടിച്ചേരി സന്ധി പ്രകാരം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരോ ഫ്രഞ്ചുകാരോ ഇടപെടില്ല എന്ന് ധാരണയായി. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് മൂന്നാം കർണാടിക് യുദ്ധമാണ്. നമ്മുടെ ഈ മൂന്നാം കർണാടിക് യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധമാണ്. ഓക്കെ, ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധമാണ് ശരിക്കും മൂന്നാം കർണാടിക് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം. മൂന്നാം കർണാടിക് യുദ്ധം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ബ്രിട്ടീഷുകാർക്കല്ല ഫ്രഞ്ചുകാർക്ക് അനുകൂലമായിരുന്നു. പിന്നീടാണ് പൂർണ്ണമായും നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാകുന്നത്. ഈ മൂന്നാം കർണാടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുത്ത കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. നമ്മുടെ മൂന്നാം കർണാടിക് യുദ്ധ സമയത്തെ നമ്മുടെ ഫ്രഞ്ച് ഗവർണറായിരുന്നു കൗണ്ട് ഡി ലാലി. ആരാണ്? കൗണ്ട് ഡി ലാലി. മൂന്നാം കർണാടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ച കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നമ്മുടെ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ വന്തവാശി എന്ന സ്ഥലത്ത് 1760 നടന്ന വാണ്ടിവാഷ് യുദ്ധം. ഏത് യുദ്ധമാണ്? വാണ്ടിവാഷ് യുദ്ധം. അപ്പോൾ വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു വെച്ചാൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ. ഈ വാണ്ടിവാഷ് യുദ്ധം നടന്ന സ്ഥലം വന്തവാശി. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം നടന്നത് തമിഴ്നാട്ടിലെ വന്തവാശിയിൽ. ഈ വാണ്ടിവാഷ് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മൂന്നാം കർണാടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സന്ധിയാണ് 1763 പാരീസ് ഉടമ്പടി. ഏത് ഉടമ്പടിയാണ്? 1763 പാരീസ് ഉടമ്പടി. ഈ പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ചേക്കാം, നമ്മുടെ
വാണ്ടിവാഷ് യുദ്ധം നടന്നത് തമിഴ്നാട്ടിലെ വന്തവാശിയിലാണ്. മൂന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1763 പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ഓരോ കാര്യം കൂടെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കർണാടക യുദ്ധം എന്താണ്? കർണാടക യുദ്ധമെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ കർണാടക യുദ്ധം എന്താണ്? യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാടക യുദ്ധങ്ങൾ. ഒന്നാം കർണാടക യുദ്ധം 1746. ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ കർണാടക യുദ്ധം നമ്മുടെ യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധം. ഒന്നാം കർണാടക യുദ്ധം 1746 മുതൽ 48 വരെ. ഒന്നാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സന്ധിയാണ് ആക്സല ചാപ്പലെ സന്ധി. വർഷം 1748. ഈ ആക്സല ചാപ്പല സന്ധിക്ക് ശേഷം രണ്ടാം കർണാടക യുദ്ധം ഉണ്ടാകുന്നു. 1749 മുതൽ 1754 വരെ. 1749-54. രണ്ടാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1754 പോണ്ടിച്ചേരി ഉടമ്പടി. അതിനുശേഷം മൂന്നാം കർണാടക യുദ്ധം 1758 മുതൽ 1763 വരെ. മൂന്നാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. ഇനി ഒന്നാം കർണാടക യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം കർണാടക യുദ്ധം ഉണ്ടാവാൻ പ്രധാന കാരണം ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ശ്രമിച്ചതാണ്. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. നമ്മുടെ ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലെ. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലെ ആണ്. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലെ. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചത് ഡ്യൂപ്ലെ. അതേപോലെ ഒന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ആക്സല ചാപ്പലെ 1748. ആക്സല ചാപ്പൽ സന്ധി പ്രകാരം ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മദ്രാസ്. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്തത് തെക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ് വിട്ടുകൊടുത്തു. ഇനി രണ്ടാം കർണാടക യുദ്ധം വർഷം ഓർമ്മയുണ്ട്, 1749, 1754. ഇനി രണ്ടാം കർണാടക യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം കർണാടക, ഹൈദരാബാദ് എന്നിവിടയിലുണ്ടായ പിന്തുടർച്ചാവകാശം. രണ്ടാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത് റോബർട്ട് ക്ലൈവ്. രണ്ടാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് കർണാടകയിലെ ആർക്കോട്. രണ്ടാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി. കാരണമായ സമിതിയല്ല, സന്ധിയാണ്. രണ്ടാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1754 പോണ്ടിച്ചേരി സന്ധി. പോണ്ടിച്ചേരി സന്ധി പ്രകാരം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ പൊതുകാര്യങ്ങളിൽ രണ്ട് രാജ്യങ്ങളും ഇടപെടില്ല എന്ന് ധാരണയായി. മൂന്നാം കർണാടക യുദ്ധം ഉണ്ടാവാനുള്ള കാരണം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം. മൂന്നാം കർണാടക യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറായിരുന്നു കൗണ്ട് ഡി ലാലി. മൂന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുത്തത് സെൻറ്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് 1760 വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്നത് തമിഴ്നാട്ടിലെ വന്തവാശിയിലാണ്. മൂന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടി പ്രകാരം നമ്മുടെ ഫ്രഞ്ച് പ്രദേശങ്ങൾ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. അപ്പം നമ്മൾ കർണാടക യുദ്ധത്തെ പറ്റിയാണ് പഠിച്ചത്. പ്രധാനപ്പെട്ട 3 കർണാടക യുദ്ധങ്ങളും അതിൻ്റെ സന്ധികളും ഉണ്ടാവാനുള്ള കാരണങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മളെ വാണ്ടിവാഷ് യുദ്ധം മറന്നുപോരുത്. 1760 തമിഴ്നാട്ടിലെ വന്തവാശിയിൽ പൂർണ്ണമായും ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പരാജയപ്പെട്ട യുദ്ധമാണ് 1760 വാണ്ടിവാഷ് യുദ്ധം. ഓക്കെ, മറന്നുപോരുത്. 63 സന്ധി പ്രകാരം പൂർണ്ണമായും നമ്മുടെ ഫ്രഞ്ച് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.